ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. പരിമിതമാമീ ലോകത്തിൽ കടമകളെല്ലാം തീരുന്നേ. പരമപിതാവിൻ ചാരത്ത് പുതിയൊരിടം ഞാൻ തേടുന്നേ. നെറുകയിലൊടുവിൽ മുത്തുമ്പോൾ കരയരുതേ, നീ പിടയരുതേ. മൃതിതൻ പടികൾ കയറുമ്പോൾ തുണതരണേ നിൻ പ്രാർത്ഥനയാ. സ്മൃതികളിലെന്നെ ചേർക്കേണേ ഒരു പിടി മണ്ണിൽ പൊതിയുമ്പോൾ. ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. സ്നേഹം തന്നോരൻ പ്രിയരെ ദേഹം വെടിയും നേരത്ത് മിശിഹ തന്നുടെ നാമത്തിൽ നന്ദി പറഞ്ഞു മടങ്ങട്ടെ. നന്ദി പറഞ്ഞു മടങ്ങട്ടെ. നന്ദി പറഞ്ഞു മടങ്ങട്ടെ.
മരണമെത്തുന്ന നേരത്തു നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. കനലുകൾ കോരി മരവിച്ച വിരലുകൾ ഒടുവിൽ നിന്നെത്തലോടി ശമിക്കുവാൻ ഒടുവിലായകത്തേക്കെടുക്കും ശ്വാസ കണികയിൽ നിന്റെ ഗന്ധമുണ്ടാകുവാൻ. മരണമെത്തുന്ന നേരത്തു നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. ഇനി തുറക്കേണ്ടതില്ലാത്ത കൺകളിൽ പ്രിയതേ നിൻമുഖം മുങ്ങിക്കിടക്കുവാൻ. ഒരു സ്വരം പോലും ഇനി എടുക്കാത്തൊരീ ചെവികൾ നിൻ സ്വരമുദ്രയാൽ മൂടുവാൻ. അറിവും ഓർമ്മയും കത്തും ശിരസിൽ നിൻ ഹരിത സ്വച്ഛ സ്മരണകൾ പെയ്യുവാൻ. മരണമെത്തുന്ന നേരത്തു നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. അധരമാം ചുംബനത്തിൻ്റെ മുറിവു നിൻ മധുര നാമജപത്തിനാൽ കൂടുവാൻ. പ്രണയമേ നിന്നിലേക്കു നടന്നൊരെൻ വഴികൾ ഓർത്തെൻ്റെ പാദം തണുക്കുവാൻ. പ്രണയമേ നിന്നിലേക്കു നടന്നൊരെൻ വഴികൾ ഓർത്തെൻ്റെ പാദം തണുക്കുവാൻ. അതുമതിയുടൽ മൂടിയ മണ്ണിൽ നിന്നിവന് പുൽക്കൊടിയായുയിർപ്പേൽക്കുവാൻ. മരണമെത്തുന്ന നേരത്തു നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. മരണമെത്തുന്ന നേരത്തു നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം
മരണമെത്തുന്ന നേരത്തു നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. അധരമാം ചുംബനത്തിൻ്റെ മുറിവു നിൻ മധുര നാമജപത്തിനാൽ കൂടുവാൻ പ്രണയമേ നിന്നിലേക്കു നടന്നൊരെൻ വഴികൾ ഓർത്തെൻ്റെ പാദം തണുക്കുവാൻ. എലിസബത്ത് ബില്ല കണ്ടിട്ടുണ്ടോ ശരിക്കും? എലിസബത്ത് ബില്ല നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് അല്ലല്ലോ അതിനുള്ള ഫിലിമുണ്ടോ? പ്രണയമേ നിന്നിലേക്കു നടന്നൊരെൻ വഴികൾ ഓർത്തെൻ്റെ പാദം തണുക്കുവാൻ അതുമതിയുടൽ മൂടിയ മണ്ണിൽ നിന്നിവന് പുൽക്കൊടിയായുയിർപ്പേൽക്കുവാൻ. മരണമെത്തുന്ന നേരത്തു നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. മരണമെത്തുന്ന നേരത്തു നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. Purpose. Okay. Purpose.
ഇതെടുത്തോ. അത് ആസിഡ് കൂടുന്നത് എല്ലാവരുടെയും വയറ്റിലുണ്ട്. ചിലർക്ക് കൂടും, ചിലർക്ക് കുറയും. ചേട്ടായി എല്ലാവർക്കും ഉണ്ട്. അതെ, ഈ കള്ളുമിറ്റും ചെല്ലുമ്പോഴാണ് ആസിഡ് കൂടുന്നത്. കള്ളു മുഴുവൻ ആസിഡല്ലേ? ഇരുട്ട് അറിയാവുന്ന നിങ്ങൾ പിന്നെ അറിയാവുന്നവർ ഇങ്ങനെയൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞു. കാണിച്ചേ. ഇനി കാണില്ല പ്രിയരേ നമ്മളീ ലോകത്തിൽ, ഇനി കാണില്ല പ്രിയരേ നമ്മളീ ലോകത്തിൽ, യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ, യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ, ചേരാൻ പ്രിയരേ കാണാം അവിടെ, പിരിയാം ഇപ്പോൾ കാണാം അവിടെ. നീതിമാന്മാർ ആനന്ദിക്കും നാട്ടിൽ, വെട്ടിക്കളയാൻ ഈ പേരെ പണിത വെട്ടിക്കളയാൻ അടുത്ത കിടക്കുന്നില്ലേ? ബാബന്റെ കൂലി എന്നാക്കരി വാ. ബാർബന്റെ വിധി, ബാർബന്റെ കൂലി എന്തുവാ? എത്ര ഡിമാൻഡ് ചെയ്യുമ്പോ? എത്ര ഡിമാൻഡ് ചെയ്യുന്നു? കുപ്പിയാ ഡിമാൻഡ്? ആ 100 രൂപ 2 തേങ്ങായും. പിന്നെ ദൈവനാമ കീർത്തനം പാടാൻ, നീതിമാന്മാർ ആനന്ദിക്കും നാട്ടിൽ, ദൈവനാമ കീർത്തനം പാടാൻ പോകുന്നു എൻ സ്വന്ത ബന്ധങ്ങളേതുമേ, പിന്നിൽ മനസാലുപേക്ഷിച്ച് പോകുന്നു എൻ സ്വന്ത ബന്ധങ്ങളേതുമേ. എല്ലാരും കുടിച്ചു. ഇവിടെ ഏത്തപ്പഴം എന്താ വാങ്ങും?
പക്ഷെ തോന്നലാന്ന് ഈ ഏത്തപ്പഴം തിന്നാ കുടിക്കൂന്നൊക്കെ. ഒരു സ്പൂൺ അങ്ങ് കുടിക്കത്. ഓ പിന്നെ അങ്ങനെ മറ്റുള്ളവർ തിരുമ്പള നല്ല കൊടരി ഒന്നൂടെ മാവളി ഒരു സ്പൂണൂടെ കുടിക്കുക. എനിക്ക് ബേബി കാൽഷ്യം വന്നാ എന്നാ ചെയ്യുന്നറിയാമല്ലോ. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ദോഷമായിട്ടൊന്നുമെന്നോ Happy golden birthday, happy birthday, golden birthday to you, Saju golden birthday. Let's go. എന്റെ താതൻ ചെയ്യുകയില്ല, എന്നെ അവനടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. കഷ്ടനഷ്ടം ഏറി വന്നാൽ ഭാഗ്യവാനായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോടു കൂട്ടാളിയായി തീരുന്നു ഞാൻ. പാട്ടൊക്കെ പഠിക്കാം. അന്നാ പുസ്തകം പഠിക്കും. അന്നാ പുസ്തകം പഠിക്കും. ഒരു മയോടിയില് അർപ്പിക്കാം. ബാക്കി എന്തിനായി തീർന്നിടാം നമാവത പീഠമൊരുക്കിട ഒരു സ്നേഹമൊടിയാം ഇതുമ്പാകയണച്ചിടാം. ബാക്കി നല്ല പദം പഠിക്കുന്നത്. ഞങ്ങളെ വാഴ്ത്തി
ബാക്ക്ഗ്രൗണ്ട് വായിക്കും ബാക്കി ബാക്കി ഇന്നലെ പാടിയല്ലേ? ഞാൻ പാടില്ല, ഞാൻ പഠിച്ചിട്ടില്ല. ഇന്നലെ പാടിയത് അങ്ങോട്ട് പ്രാർത്ഥന അങ്ങോട്ട് അങ്ങോട്ട് വയ്ക്കാം റോട്ടിൽ അങ്ങോട്ട് നോക്കാം. ഇങ്ങനെ നടക്കുക കാലം അവിടെ ഉറപ്പിച്ച് കുത്തിക്കുക. ഞാനത് വൈകിട്ടാക്കട്ടെ, പൊട്ടിക്കാം. ഇതിപ്പോ എല്ലാം കൂടെ പിടിക്കാൻ പറ്റിയല്ല. ഏട്ടായി ഏട്ടായി എന്നാ വിശേഷമൊക്കെ? എന്നാ വിശേഷമൊക്കെ? എനിക്ക് പോവാ. കുഴപ്പമില്ല. സുഖത്തെ ഗുണമില്ല. ചേട്ടനോട് ഓരോ പെക്കടിക്കുന്നോ? പെക്കടിക്കാം. ചേട്ടായുടെ വീട്ടിൽ വന്ന ഇത്ര സൗണ്ടിൽ അവിടെ ചേട്ടായെ കണ്ട സന്തോഷാണ്. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. ആകെയൽപ്പനേരം മാത്രം എന്റെ യാത്ര തീരുവാൻ, ആകെയര നാഴിക മാത്രം ഈ ഉടുപ്പു മാറ്റുവാൻ. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു.
രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു. അപ്പോഴുമെൻ രഥത്തിൻ്റെ ചക്രം മുൻപോട്ടോടുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. ബ്രാൻഡ് ചെറുതും എടുക്കാൻ വേണ്ട. അതിന് ചേട്ടാ ഇഷ്ടംപോലെ ഇഷ്ടം കുടിച്ചോണ്ടിരുന്നല്ലേ? ഞാൻ കുടിച്ചില്ല. ശരി ശരി, കുടി നിർത്തിയോ? ശരി, ഒരു ബ്രാൻഡ് ചൂട്ടിക്കടി. കുടി നിർത്തിന്ന് പറ. അനിയനോട് പറ. അനിയനാ ചേട്ടായിയുടെ. ചേട്ടാ കുടി നിർത്താൻ ശരിയായല്ലോ നമ്മുടെ ജീവിതം. അത് ബേബിയാ ബേബിയാ. ചെറുതായി അടിക്കണം. കുടിച്ചാ ചെറുതാ ജീവിതം ശരിയാക്കിയെന്ന് പറ. ശരിയായ ആ പറ. അനിയനോട് പറ. എനിക്കറിയത്തില്ല. Okay. I'm going to Madras. I am going to Madras. What? ഞങ്ങള് പോവാ കേട്ടോ. അടുത്ത് നിൽക്ക്. അടി അവിടെ നല്ലാണ്ട് ഇവിടെ $200? 200 രൂപ വണ്ടിക്കൂലി കാണാൻ എനിക്ക്. എത്ര നാളായി എനിക്ക് വണ്ടിക്കൂലി? കൈ നീട്ട്. അയ്യോടാ, ഇങ്ങനെ നീട്ടി താപിച്ച എനിക്ക് എത്തിയല്ല. അപ്പച്ച വണ്ടിക്കൂലി തരാതെ ഞാൻ ഇവിടുന്ന് പോകുന്ന ഇടപാടില്ല. കയ്യെ പിടിക്കാൻ വണ്ടിക്കൂലി പറയുന്ന എനിക്ക്. പൈസ വന്നപ്പോ ഇച്ചിരി ഇന്ററാക്ഷൻ. അപ്പച്ചാലെടുത്തോ, ഞാൻ ഇതെടുത്തോളാം. ഇത് മതിയോ നാട്ടിലെത്താൻ? മതിയോ? അപ്പച്ചൻ പോരുന്നോ നാട്ടില്? ഒരു ഉമ്മയും കൂടെ തന്നേക്ക്. അപ്പച്ചൻ നാട്ടിൽ പോരുന്നോ? ഒരു ഉമ്മയും കൂടെ തന്നേക്ക്. എത്ര ഉമ്മയുണ്ട്? ഉമ്മ ചില സമയത്ത് ഒരു മൂടോപ്പാണ്.
അവർക്കൊക്കെ വണ്ടിക്കൂലി കൊടുക്ക പച്ച, അനിയന്മാർക്ക് വണ്ടിക്കൂലി കൊടുക്ക. എനിക്ക് മാത്രമേ അറിഞ്ഞുള്ളൂ. നീയല്ലേ ചോദിച്ചുള്ളത്. പോവാ മറ്റേ വണ്ടി കണ്ടായിരുന്ന അപ്പച്ചൻ. ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി കിട്ടിയെന്നൊപ്പമുണർന്നിടാൻ.